ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു പിക്ക് ആൻഡ് ഈറ്റ്. ഇന്നത്തെ ചെറിയ വ്ളോഗിൽ ഞാനിന്നുണ്ടോ ഗ്രോസറി ഐറ്റംസ് എല്ലാം കാണുന്നതിൽ ഡിമാർട്ട് നോക്കാത്തങ്ങ ഇന്നെങ്കിൽ വീഡിയോ ಪ್ಲೀಸ್ പോയിട്ട് ನನ್ನ ಚಾನಲ್ പിക്ക് ആൻഡ് ഈറ്റിൽ വാച്ച് ആക്കರು. പിന്നെ ಅದರೆಲ್ಲ ನಾನಿಂಗಂತ ഒരു ಕಂಟೈನರ್ಲಿ ಸ್ಟೋರ್ ಆಕಿ ವೆಕ್ರೆ. ഒരേ ಕಂಟೈನರ್ ನಾನು യൂസ് ആക്കರು ಯಾರತ್ತೆಲ್ಲ ನನ್ನ ಗ್ರೋಸರಿ ಐಟಮ್ಸ್ ಎಲ್ಲ ಸ್ಟೋರ್ ആക്കുവോ എന്തിച്ചെന്നെങ്കിൽ ഞങ്ങൾ അപ്പാർട്ട്മെന്റിൽ ഫ്ലാറ്റിൽ ഇരിക്കുമ്പോൾ ചെമ്മി വലിയ സൈസിൽ കിച്ചൺസ് ഞങ്ങൾക്ക് കിട്ടില്ല. പിന്നെ കിച്ചണിൽ ഞങ്ങൾക്ക് ಬೇನಾಗಲೆ മോഡിഫൈ ആക്കുകയും ആവില്ല. ರೆಂಟೆಡ್ ಅಪಾರ್ಟ್ಮೆಂಟ್ ಇಕ್ಕೊಂಬತ್ತದು ഞങ്ങൾക്ക് കിട്ടിയ പ്ലേസ് ഞങ്ങൾ യൂട്ടിലൈസ് ആക്കുകയും കോശിഷ് ആക്കുന്നു. സോ ഇങ്ങനത്തെ ഒരു കണ്ടെയ്നറിൽ ഞാൻ എല്ലാ ഗ്രോസറി ഐറ്റംസും സ്റ്റോർ ആക്കിയിട്ട് വെച്ച് ಬಿಟ್ರೆ ಈಸಿ ಅವರು ನಕ್ಕು ಫುಲ್ ಹಾಕೋகும் അതിൽ കീഴിൽ വീൽസ് ಬಂದതിൽ ನಕ್ಕು ಫುಲ್ ಹಾಕೋகும் ಬೇಕೋகும் ಈಸಿ ಅವರು ಚೆನ್ನ ಹೆವಿ പല ഉത്താക്കൊന്നുണ്ടെന്തിക്കില്ല. എല്ലാം ഒരേ കണ്ടെയ്നറിൽ ഇട്ടിട്ട് സ്റ്റോർ ആക്കി വെച്ച് ಬಿಟ್ರೆ പിന്നെ ಕಂಟೈನರ್ ವಿಸಿಬಲ್ ಆಯ್ತು ಇನ್ನದಿಲ್ ನಂಗೆ ಈಸಿ ಆಯ್ತು ಕಾಂಡ್ ಅದ್ರೊಳಗೆ ಯಂತ್ರ ಉಂಡು ಯಂತ್ರ ಇಲ್ಲ ನಕ್ಕೆ ಈಸಿ ಅವರು ಫೈಂಡ್ ಹಾಕೋಗು. ಅದಕ್ಕೈತೆ ನಾ ഇങ്ങനത്തെ ഒരു കണ്ടെയ്നർ എടുത്തോണ്ടെ ഇങ്ങനത്തെ ഇದ್ರ കാണ വലിയ സൈസ് ഇതും ഉണ്ട് നണ്ടൊട്ടുകു അതിൽ ഞാൻ ಯಾರತ್ತೆ എടെല്ലാം ഇക്കറല്ല അದ್ರೆಲ್ಲ ഇട്ടിട്ട് ഒരേ ഇതിൽ കണ്ടെയ്നറിൽ ഇട്ടിട്ട് വെച്ച് ಬಿಡ್ರೆ. പിന്നെ നാക്കോന്ന എല്ലാ ഐറ്റംസിലും ഞാൻ എനിക്ക് ഓൾറെഡി കാട്ടിരെ. ಅದಕ್ಕೈತೆ ನಾನು ഇതിൽ യന്ത്രെല്ലാം കോന്നിട്ട് പാടെ ചൊല്ലില്ല. വീൽസ് ഇന്നതിൽ നിങ്ങൾ നോക്കിയാറ് അത് ഈസി ആവും ഫുൾ ആകുവോ. ഓയിൽ എല്ലാം ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് ചോക്ലേറ്റ്സ് എല്ലാം കോന്നതിൽ ഫ്രിഡ്ജിൽ വെച്ച് ಬಿಟ್ರೆ ഡയറി ഐറ്റംസ് എല്ലാം കർഡും ചീസ് എല്ലാം കോന്നത് ഓൾറെഡി ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ആക്കിയിട്ട് വെച്ചിരെ. അതെല്ലാം ഞാൻ എനിക്ക് പാടെ റിപ്പീറ്റ് ആക്കിയിട്ട് കാട്ടില്ല. പിന്നെ റീഫിൽ ആക്കുന്നതെല്ലാം കോന്നപ്പമേ ഞങ്ങൾ റീഫിൽ ആക്കി വെച്ചെങ്കിൽ ആ സോറ ഞങ്ങൾക്ക് ഒലിര് പിന്നെ പാടെ അത് മറന്നിട്ട് പോണ്ടില്ലെങ്കിൽ എടുക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അർജന്റായിട്ട് വേനായപ്പ കുക്കിംഗ് ആക്കുമ്പോഴത്തപ്പ എടുത്തിട്ട് റീഫിൽ ആക്കുന്നത് കഷ്ടമാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തെല്ലാം എൻ്റെ റീഫിൽ ആക്കും ഇന്നത്തെ സോൾട്ടും ഗീ എല്ലാം ഓയിലെല്ലാം അതെല്ലാം റീഫിൽ ആക്കിയിട്ട് വെച്ചിട്ട് ಬಿಟ್ರೆ ನಾನು ಸಾಲ್ಟ್ ಎಲ್ಲ ഇങ്ങനത്തെ ജാറിൽ ബർണിയിൽ ചെടാറില്ലേ അതിലിങ്ങനെ നൊച്ച് വയ്ക്കണം. എനിക്ക് ഇങ്ങനത്തെ ബർണീസ് എല്ലാം ചുമ ഇഷ്ടം. എക്സ്ട്രാ ഇന്നതിലെല്ലാം ನಾನು ಲಬ್ಬರ್ ഇട്ടിട്ട് ನಾನು കാട്ടിയെല്ലാം കണ്ടെയ്നർ ಅದರ ಮೇಲೆ വെച്ചിട്ട് ಬಿಟ್ರೆ അപ്പൊ നമുക്ക് നെക്സ്റ്റ് യൂസ് ആക്കുമ്പോൾ അത് മേലിലെ കാണ്ട് അതിൽ പിന്നെ പാക്കറ്റ്സ് ഡേറ്റ്സ് കോന്നല്ല അതിലെല്ലാം പൊടിപ്പാട്ടിട്ട് ഇങ്ങനെ കണ്ടെയ്നറിൽ ഇട്ട് വെച്ച് ಬಿಟ್ಟೆ ഈസി ആവും നമുക്ക് നോമ്പ് ടൈമിലെല്ലാം എടുക്കോകു. പിന്നെ ಬರುಂಬತ್ತಿಗೆ ಕೊರಿಯಾ വെജിറ്റബിൾസും ഫ്രൂട്ട്സ് കോന്നുന്നേ ನಾ ಮಂತ್ಲಿ ಗ್ರೋಸರಿ ವರ್ಕಮ್ಮೆ കോന്ത് വെച്ച് ಬಿಟ್ರೆ പാടെ പാടെ പോകൂ ബരോകൂ ഔത്ര സൊറം പിന്നെ മക്കൾ ഓത് പാട്ടതിക്കറ് എക്സാം ടൈമും അല്ലാണ്ട് പിന്നെ മക്കൾക്ക് തീരാൻ ടൈം അതും നോക്കണു എല്ലാം ആക്കുമ്പോഴത്തേക്കും വർക്കമ്മെ പിന്നെ ಬೇನಾയ തിങ്സ് ಗಡಿ ಗಡಿ പോയിട്ട് കൊമ്പറോ കഷ്ടമാവും. അത് കഴിഞ്ഞിട്ട് വർക്കമ്മെ കോന്ത് വെച്ച് ಬಿಟ್ರೆ ಸೊ ವೆಜಿಟೇಬಲ್സും ഫ്രൂട്ട്സും ನಾನು വീക്കിലി വർക്ക പോയിട്ട് മാർക്കറ്റിന്നപ്പ പോയിട്ട് ಕೊಂಡೆ അങ്ങനെ ಬರುಂಬತ್ತಿಗೆ ಏನು ವೆಜಿಟೇಬಲ್സും പിന്നെ സ്ട്രോബെറിയും ഫ്രൂട്ട്സും എല്ലാം കൂടി ಕೊಂತೀನಿ. സ്ട്രോബെറി എല്ലാം നല്ലാക്കിയിട്ട് കലകിയിട്ട് തെൽ വിനിഗർ തണ്ണിയിൽ സോക്കാക്കി വെച്ച് ಬಿಟ್ರೆ അതിൽ ചെറിയ ചെറിയ ജേംസ് എല്ലാം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആവുമോ. പിന്നെ ಅದರೊಟ್ಟಿಗೆ ನಾನು ಜಿಂಜರ್ ಗಾರ್ಲಿಕ್ പേസ്റ്റ് ആക്കിയിട്ട് എടുത്തോണ്ടെ നോമ്പ് ടൈമിൽ നല്ല യൂസ് ആവും നമുക്ക്. അത് കഴിഞ്ഞിട്ട് സ്റ്റോർ ആക്കി വെച്ച് ಬಿಟ್ಟೆ ഇല്ലെങ്കിൽ ನಾನು തെല്ലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം ആക്കിയിട്ട് വെച്ച് ಬಿಟ್ರೆ പിന്നെ സ്ട്രോബെറി 5 minutes സോക്ക് ആക്കി പിന്നെ നല്ല തണ്ണിയിൽ വാഷ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ಬಿಟ್ರೆ അപ്പൊ മക്ക നമുക്ക് ಬೇನಪ್ಪ എടുത്തിട്ട് തിന്നറാറ്. അതിരൊട്ടിಗೆ ನಾನು ಕುಕುಂಬರ್ ജ്യൂസ് ആക്കുവാണ്ട് റിഫ്രഷ് ആയിട്ട് നമുക്ക് ബോഡിಗೆ തെല്ല് ഫ്രഷ്നെസ് കിട്ടറ്. അത് കഴിഞ്ഞിട്ട് ನಾನು ಕುಕುಂಬರ್ ജ്യൂസ് ആക്കുവാണ്ട് വിചാരിച്ച് സിമ്പിൾ ആയിട്ട് ആക്കുവാണ്ട് പോയി വന്നിൽ പിന്നെ എല്ലാം ആക്കുക ടയർഡ് പലവരല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ പുതിനത്തെ കൊറിയ ലീവ്സ് എല്ലാം എടുത്തോണ്ടെ ಕುಕುಂಬರ್ ജ്യൂസ് ഞാൻ ജമ്മൂൻ ടൈപ്പിലാക്കിരെ ഇതിൽ നിന്നുള്ള ನಾನು ಆಗಿಟ್ಟಿಟ್ರೆ ನೋಕಾತಂಗ ಇನ್ನೆಂಗ್ ಪ್ಲೀಸ್ പോയിട്ട് വാച്ച് ആക്കൂ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൽ ലിങ്ക് ഇട്ട് ಬಿಡ್ರೆ കൂടെ ഞാനിപ്പോ സിമ്പിൾ സ്റ്റെപ്പ് യൂസ് ആക്കിയിട്ട് ആക്കിയിട്ടില്ലേ. ഷുഗർ ನಾನು ಯಾರತ್ತೂ അവോയ്ഡേ ആക്കರೆ യൂസ് ആക്കില്ല. ബട്ട് ഇന്റെ തെല്ല് ഇട്ടിട്ട് ആക്കുവാണ്ട് ನಾನು വിചാരിച്ചിട്ട് പെർ പേഴ്സൺ 1 ടീസ്പൂൺ അത്ര ഇട്ടിട്ട് സോൾട്ടും കുക്കുംബർ പിന്നെ മിന്റ് ലീവ്സ് ഇട്ടിട്ട് ഫൈൻ ആയിട്ട് ഞങ്ങൾ ജ്യൂസ് അടിച്ചിട്ട് എടുത്തോണ്ടെ രണ്ട് ജ്യൂസർ മിക്സി ജാർക്കിര അവിടെ കയ്യിൽ പൊട്ടിയിരങ്ങനെ ನಾನು ഈ നോർമൽ ബ്ലെൻഡറിൽ യൂസ് ആക്കിയിട്ടില്ല. പിന്നെ ഇത്രയും സ്റ്റോർ ആക്കിയിട്ട് എല്ലാവരും ഫ്രിഡ്ജിൽ വെച്ച് ಬಿಟ್ರೆ ನಾನು ಚಾನಿಲ್ അരച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അരച്ചിട്ടും എടുക്കാം. പിന്നെ തെൽ കോൾഡ് ആവുക വെച്ച് ಬಿಟ್ಟೆ ನಾನು ഫ്രിഡ്ജിൽ.
ಅದರೊಟ್ಟಿಗೆ ಸ್ಟ್ರಾಬೆರಿ rum ಫ್ರಿಜ್ಲಿ ಬೆಚ್ಚಿಬಿಟ್ಟೆ. പിന്നെ ഞാൻ ഡിമാർട്ടിൽ കോന്നുന്നതിൽ എട ഞാൻ കാട്ടിച്ചൊന്തിന്നെ ನಾ ಅದರೊಟ್ಟಿಗೆ ನಾನು ಜಂಡ್ ഇങ്ങനത്തെ ക്ലിപ്പ് എടുത്തോണ്ടിരുന്നെ 35 റുപ്പീസ് ജണ്ട് ഇട്ട് നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു ചെറിയ കല എടുത്തോണ്ട് പിന്നെ അത്രക്കാണ് തെല്ല് വലിയ സൈസിൽ എടുത്തോണ്ട് ഇതിക്ക് 500 സംതിങ് ഉണ്ട് 499. പിന്നെ ഇതിക്ക് 399 400 സംതിങ് ഉണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ട്രിപ്പിൾ ആയിരത്. പിന്നെ ഇതും ഞാൻ അതിൽ കീഴിൽ സീൽസ് ഉണ്ട്. ബ്രാൻഡ്സും വേറെ വേറെ ഉണ്ട്. ഇവിടെ ഇതിക്ക് നക്ക് 499 500 റുപ്പീസ് കിട്ടിയത്. സെയിം ഇത് നക്ക് 600 റുപ്പീസ് കിട്ടിയത് 599 റുപ്പീസ് കിട്ടിയത്. അതിൽക്കാണ് തെല്ല് വലിയ സൈസ്. ഞാൻ സൈസ് വൈസ് എടുത്തോണ്ട് ഒന്ന് ചെറിയത് ഒന്ന് വലിയത്. അതേപോലെ കലവും എന്താ തപ്പാലി ചെല്ലാറല് അതും ഒന്ന് ചെറിയതൊന്നും വലിയത് അങ്ങനെ നോക്കിയിട്ട് എടുത്തോണ്ട് എൻ്റെ നീഡ്സ് അക്കോർഡിങ് ഞാൻ എടുത്തോണ്ട് നിങ്ങൾക്ക് ಬೇನೆ ಪಲ್ಲೆ പോയിട്ട് നോക്കിയിട്ട് എടുത്തോളൂ മൊത്തം. പിന്നെ കിടാವು പൊട്ടാറ്റോറി പൊടി ಹಾಕೋರು ಬಜ್ಜಿ ಹಾಕೋರು ಚೊನ್ನು ಇನ್ನಾನು ನಾನೂടെ ಇಂದು ನೋವು ತೊರ್ಕೋವಾಯ್ತು ಸಿಂಪಲ್ ಆಯ್ತು ಜಂಡ್ പൊട്ടാറ്റോറി പൊടിയും നീർലിരി ബജ്ജി ആക്കിയിട്ട് എടുക്കുവാണ്ട് വിചാരിച്ചേ. ನಾನು നിങ്ങൾക്ക് കൂടെ ചെറിയ ചെറിയ ടിപ്സ് തണ്ട് അതിൽ ഫോളോ ആക്കിയെങ്കിൽ നമുക്ക് ക്രിസ്പിയായ പൊട്ടാറ്റോറി പൊടിയും നീർലിരി ബജ്ജിയും ആക്കി തൗത്തിൽ സിമ്പിൾ ആക്കിയിട്ട് എടുക്കാം. ചെമ്മ സൊരണ്ടില്ലാണ്ട് പൊട്ടാറ്റോറി സ്ലൈസസിൽ ഒരു ചെമ്മ തിന്നുമല്ല ചെമ്മ തിക്കുമല്ല സ്ലൈസസ് കട്ടാക്കിയിട്ട് ഇങ്ങനെ കോൾഡ് വാട്ടറിലിട്ട് വെക്കണം. അതിൽ സ്റ്റാർച്ച് എല്ലാം പോകായിട്ട് ഒരു 5 minutes മിനിമം 5 minutes ആയിട്ട് വെച്ച് ಬಿಡೋಣ. അത്രത്തോളം ഇതിൽ വെച്ച് ಬಿಟ್ರೆ പിന്നെ ഇങ്ങനെ ഗാർലിക് എല്ലാം പീലാക്കിയിട്ട് ഇങ്ങനെ വേറെ വേറെ സെപ്പറേറ്റ് ആക്കിയിട്ട് വെച്ച് ಬಿಟ್ಟೆ നമുക്ക് എടുക്കുമ്പോൾ സൊരെല്ലാം പൊലിയിട്ട് അതിലൊട്ടിಗೆ ನಾನು ഇതിൻ്റെ ചോറും കറിയും ഇങ്ങനെ ಬೇರೆ ಬೇರೆ ಹಾಕಿದ್ರೆ ಬ್ಯಾಂಡೇಜ್ ಅಂತೂ ಮೆತ್ತರೆ ಕഞ്ഞಿ ಹಾಕುವಂಟು 1 ಗ್ಲಾಸ್ ಎತ್ತರೆ ನಾನು ಸೋನು ಮಸೂರಿ ರೈಸ್ എടുത്തോണ്ടേ. പിന്നെ ചൊര ദൂതി ഉണ്ടല്ലേ അതിൽ സണ്ണ മുറിച്ച് എടുത്തോണ്ടേ 1 ഗ്ലാസ് റൈസിക്ക് 2 ഗ്ലാസ് ഞങ്ങൾ തണ്ണി ഇടുക. ഇവിടെ ഞാൻ 4 ഗ്ലാസ് തണ്ണി ഇട്ടോണ്ടേ. പിന്നെ തെല്ല് ഉപ്പും തെല്ല് മെത്തരെ സീഡ്സ് ഇട്ടോണ്ടില്ലേ 1.5 ടീസ്പൂൺ എത്തരെ മെത്തരെ സീഡ്സ് ഞാൻ ഇവിടെ യൂസ് ആക്കറേ. നിങ്ങളുടെ അക്കോർഡിങ് ഇടാം. നിങ്ങൾ എത്ര അരി ഇട്ടോണ്ടുള്ളാർ അതിൽ മേലെ ഡിപ്പെൻഡ് ആയിട്ട് നിങ്ങൾ മെത്തരെ സീഡ്സ് ആഡ് ആക്കിയുള്ളൂ. നല്ല വിസിലാക്കിയിട്ട് എടുക്കണം. ഞാൻ 5 ഇട്ടി ആക്കിയിട്ട് പിന്നെ ഗ്യാസ് ഫ്ലെയിം ഓഫ് ആക്കിയോളെ മെത്തരെ കഞ്ഞി പ്രിപ്പയർ ആവുടത്തോളം ನಾನು ಆನಿಯನ್ಗೆ ಸ್ಲೈಸಸ್ಲಿ ಕಟ್ ಹಾಕಿತ್ತು ಎಡ್ತೋಳ್ದೆ. ನೀರುಳ್ಳಿರೆ ಬಜೆ ಹಾಕಿ ಎಡ್ತೋಳೋಗೈತೆ. ನೀರುಳ್ಳಿರೆ ಬಜೆಗೆ ನಾ ತೆಲ್ಲು ചേഞ്ചസ് കോന്നരെ ഇവിടെ കൊത്തമ്പരി പിന്നെ ജീരകം എല്ലാം കുത്തിയിട്ടെല്ലാം ആഡ് ആക്കില്ല. ഞാൻ സിമ്പിൾ ആയിട്ട് ഈസി വേയിലാക്കിയിട്ട് എടുക്കറേ. കുക്കുംബറും ക്യാരറ്റ് ഒരു ചെറിയ കുക്കുംബറും ചെറിയ പീസ് ക്യാരറ്റ് ഗ്രേറ്റ് ആക്കിയിട്ട് നല്ല സ്ക്വീസ് ആക്കിയിട്ട് അതിൽ എക്സ്ട്രാ തണ്ണിയെല്ലാം എടുത്തോണ്ടേ ഇവിടെ നീരുള്ളിരെ ബജിയത്തിൽ കീഴ് സൈഡ് ഉള്ളത് കുക്കുംബറും പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ആക്കിയത് പിന്നെ സണ്ണാക്കി മുറിച്ച് കൊറിയാൻഡർ ലീവ്സ് കറി ലീവ്സും കായ്മുളകും പിന്നെ സോൾട്ടും ഇവിടെ കടലേരിപ്പിട്ട് ഞാൻ ആഡ് ആക്കിയിട്ടുള്ളേ. കടലേരിപ്പിട്ട് എപ്പം നിങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ആക്കി വെച്ചെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്പിയായ ഓണിയൻ്റെ ബജിയ റെഡിയാക്കിയിട്ട് എടുക്കാം. ഞാൻ ഇവിടെ കടലേരിപ്പിട്ട് യാറ ഇടില്ലേ 1 ടൈം ആക്കിയിട്ട് ഇടില്ലേ തെല്ലെ ആക്കിയിട്ട് നോക്കിയിട്ട് ആഡ് ആക്കിയിട്ടുള്ളേ. ചെമ്മി യാറ ഞങ്ങൾ കടലേരിപ്പിട്ടിട്ടെങ്കിൽ അത് യാറപ്പിട്ടും പിന്നെ ഓണിയനും കൊറിയാവറും അത് കഴിത്ത് ഞങ്ങൾ ഇവിടെ നോക്കിയിട്ട് ആഡ് ആക്കിയോളൂ. പിന്നെ തെല്ല് ടേർമറിക് പൗഡർ ഇട്ടിട്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ പിടിയാവും ഡ്രൈ പല ഉണ്ട്. ഇതേപോലെ ഡ്രൈ പല വരണു ഞങ്ങളെ ഓണിയന്റെ ബജിയത്തെ മാരിനേഷൻ ആക്കി വെച്ചത്. ഇതിൽ ഞാൻ തെല്ലേറെ 5 minutes ഇതേപോലെ റെസ്റ്റ് വെച്ച് വിടുറേ. അത്രത്തോളം ഞാൻ ബാക്കിയിലെ ഫ്രൂട്ട്സ് സലാഡ് എല്ലാം ആക്കിയിട്ട് എടുക്കുന്നത് കട്ടിങ്സ് എല്ലാം ആക്കിയിട്ട് വെച്ച് വിടുറേ. നോമ്പ് ടൈം അവിടെ തോലെ ഞങ്ങൾ കിച്ചണിലിരിക്കുന്നത് ബെസ്റ്റ് അല്ല അത് കഴിത്ത് തുറക്കറ് ഒരു 20 minutes or 30 minutes ബിഫോർ ഞാൻ കിച്ചൻ്റെ ക്ലോസ് ആക്കിയിട്ട് പോയിട്ട് ഒലുവെല്ലാം ആക്കിയിട്ട് വെച്ചിട്ട് ദുവാർക്കുന്നത് ബെസ്റ്റ് പ്രിപ്പറേഷൻ ആയിട്ടിക്കറ്. ഞങ്ങൾ ആ ടൈമിൽ എന്തൊരു ദുവാർക്കറ അത് ഞങ്ങളേതെല്ലാം അല്ലാ താല കബൂലാക്കറ്. അല്ലാവും ഞങ്ങളെ നടുവിൽ ഒരു കർട്ടൻ്റെ അത്രയും ഗ്യാപ്പ് ഇക്കില്ല. സോ ആ ടൈമിൽ മിസ്സാക്കാണ്ട് നിങ്ങൾ എല്ലാവരും ആ ടൈമിൽ യൂസ് ആക്കലോരു. നിങ്ങൾക്കായിട്ടും ദുവാർക്കറോ ഞങ്ങളും ആ ദുവാത്തിൽ ഇൻക്ലൂഡ് ആക്കറോ. ഞാനും എല്ലാവർക്കായിട്ടും ദുവാർക്കറേ. സ്പെഷ്യലായിട്ടും മക്കൾക്ക് പിന്നെ ഞങ്ങളെ ഉമ്മ ബാപ്പക്ക് പിന്നെ മങ്ങിലാവാത്ത പെൺമക്കളിലെ ഇന്നെങ്കിൽ അങ്ങായിട്ടെല്ലാം സീക്ലി ഞങ്ങൾക്ക് എല്ലാവർക്കും ദുവാർക്കും. പിന്നെ ഞങ്ങളൊട്ടും ഇല്ലാത്ത ഞങ്ങളെ അപ്പമാര് പിന്നെ ഞങ്ങളെ ഗ്രാൻഡ് ഫാദേഴ്സ് നമുക്ക് എല്ലാവർക്കും പഠിച്ചോണം എല്ലാ ഗുണത്തെ മാപ്പാക്കിയിട്ട് ജന്നത്താക്കൂ. നിങ്ങൾ എല്ലാവരും ദുവാർക്കണം. ഞങ്ങൾ എല്ലാവർക്കായിട്ട് ദുവാർക്കണം. കൂടി ഞങ്ങളെ ബജിയ റെഡി ആയിട്ട് ക്രിസ്പി ആയിട്ട് പ്രിപ്പയർ ആയിട്ട് നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്ക് പിടിയാവും. ലൈറ്റ് ഗോൾഡൻ കളറും വന്നിട്ട് ഞങ്ങൾ ലൈറ്റ് ഗോൾഡൻ കളർ വരുമ്പോഴത്തേക്ക് എടുത്ത് വിട്ടെങ്കിൽ പിന്നെ അതിൽ വെച്ചത്തില് തെല്ല് ഡാർക്ക് കളർ ആവും.
ಸೈಡ್ ನೀರುಳ್ಳಿ ಬಜ್ಜಿ ಇಟ್ಟುಂಟು പിന്നെ ഒരു സൈഡിൽ ನಾನು നോമ്പ് തുറക്കുന്ന ടൈം മുട്ട വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ജ്യൂസ് എല്ലാം എടുത്തിട്ട് ഇങ്ങനെ കിടാവൂ അവൻ്റെ സീപ്പർ ബൗളിൽ ഇട്ട് പൊരിച്ച് വിട്ടെ പിന്നെ ഞങ്ങൾ ബട്ടാറ്റയുടെ പൊടി കഴിഞ്ഞിട്ട് ഞാൻ കടലപ്പിട്ടുക തെൽ സോൾട്ടും മഞ്ഞളുടെ പൊടി ഇട്ടിട്ട് നല്ല ബീറ്റാക്കി എടുത്തോന്നു ലംസ് ഇല്ലാത്ത പോലെ ಅದಕ್ಕೆ ಡಿಪ್ ಹಾಕಿತ್ತು ಸಿಂಪಲ್ ಆಕಿತ್ತು ನಾನು ಬಟಾಟೆ ಪೊಡಿ ಹಾಕಿ എടുത്തോണ്ടേ ക്രിസ്പി ആയിട്ട് ക്രഞ്ചി ആയിട്ട് പ്രിപ്പയർ ആയിട്ട് നല്ല പഫി പോലെ വന്നത് ഇതുപോലെ നിങ്ങൾ ഔത്തിൽ സിമ്പിൾ ആക്കിയിട്ട് ആക്കിയെടുക്കുക എത്ര സിമ്പിളായിട്ട് ഞങ്ങൾ ഔത്തിൽ ഫുഡ് ആക്കിയെടുക്കുക അത് ഞങ്ങളുടെ ഹെൽത്തും നല്ല ഇരിക്കുക പിന്നെ ടേസ്റ്റിയും ആവും സംടൈം ഞങ്ങൾ അത് വേറെ മസാലയും എല്ലാം ഇട്ടുക ബട്ട് കൊറിയ ടൈം ഞങ്ങൾ ഇങ്ങനെ സിമ്പിൾ ആക്കിയിട്ടും പ്രിഫർ ആക്കിയിട്ട് എടുത്തെങ്കിൽ ഞങ്ങൾക്കും സ്വരവും വലിയൊരു ടേസ്റ്റിയും ആയിത്തിക്കര് പിന്നെ ക്രിസ്പിയും ക്രഞ്ചും പ്രിപ്പയർ ആയിട്ട് ഞങ്ങളുടെ ബട്ടാറ്റയുടെ പൊടി റെഡി ആയിട്ട് നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്ക് പിടിയാവും ഈ കടലരി പിട്ട് അല്ലാണ്ട് ഞാനെന്തോ റൈസ് ഫ്ലോർ ആവട്ടെ കോൺഫ്ലോർ ആവട്ടെ എന്തും ആഡ് ആക്കിയിട്ടില്ല ഇതിക്ക് ജസ്റ്റ് കടലരി പിട്ട് ആഡ് ആക്കിയോണ്ട് ഇങ്ങനെ നല്ല പഫി പലാവുമ്പോൾ കടലരി പിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ആക്കി വെച്ചതിൽ അത് നല്ല ഒരു ക്രിസ്പിയും ക്രഞ്ചിനെസ് ഉണ്ട് നിങ്ങളും ഫ്രിഡ്ജിൽ സ്റ്റോർ ആക്കിയിട്ട് ട്രൈ ആക്കിയിട്ട് നോക്കൂ എല്ലാ പറ്റൊരു പൊടിയിൽ ഞങ്ങളുടെ ഇങ്ങനെ ഫ്രൈ ആക്കുക ഇട്ടുവിട്ടെ പിന്നെ ഒന്നിന്റെ നീരുള്ളിയുടെ ബജ്ജിയെ ഞങ്ങൾ റെഡിയാക്കി തിന്നാല് ക്രിസ്പി ആയിട്ട് ക്രഞ്ചി ആയിട്ട് പ്രിപ്പയർ ആയിട്ട് സോ എല്ലാം ഞാൻ സർവിങ് പ്ലേറ്റ് ഇട്ടിട്ട് വെച്ചോണ്ടില്ലേ നോമ്പിന്റെ ടൈം മുട്ട ആയോണ്ടുണ്ട് നോമ്പ് തുറക്കൂ സോ ലാസ്റ്റ് മൂമെന്റ് ഒന്നൊക്കെ കിച്ചണിൽ നിൽക്കുകയില്ല സോ എല്ലാ പോയിട്ട് ഇങ്ങനെ ഡൈനിങ്ങിൽ വെച്ച് വിട്ടെ പിന്നെ ഈ ഒരു പ്ലേസിൽ ഞാൻ ഡെക്കോർ ആക്കുവാണ്ട് ഇത് ഈ വീഡിയോ ഫസ്റ്റ് റംസാൻ്റെത് ഫസ്റ്റ് നോമ്പടപ്പത്ത് ಸೊ ഇതിൽ ഞാനിങ്ങനെ തെല്ല് പില്ലോ എല്ലാം വെച്ചിട്ട് അതിൽ ಎದುರುள்ள ಪಿಲ್ಲೋಲು ನನ್ನ ಹಸ್ಬೆಂಡ್ರಿ ಪಿಕ್ಕಿಂತ ನನ್ನ ಹಸ್ಬೆಂಡ್ ನಕ್ಕು ಆನಿವರ್ಸರಿಗೆ ಗಿಫ್ಟ್ ಹಾಕಿയത് അത് സോ ഞാൻ അതിനും തെല്ല് സപ്പോർട്ട് ആയിട്ട് വെച്ച് തിന്നെ പിന്നെ അതിൽ കീഴിലുള്ള ഒരു കാർപ്പറ്റ് ആക്ച്വലി അത് കാർപ്പറ്റ് അത് എൻ്റെ ഹസ്ബൻഡ് H&M ജോബ് ആക്കി വന്നപ്പോൾ ഞങ്ങൾ സൗദിയിൽ എടുത്തത് അത് ഞാനിങ്ങനെ കീഴിൽ മജ്ലീസ് ഇട്ടിട്ട് വെച്ച് വിട്ടേ ഞങ്ങൾ സൗദിയിലെല്ലാം ഇട്ടല്ലേ ആ ടൈപ്പിൽ ഇങ്ങനെ ഇട്ടത് വെച്ചിട്ട് എൻ്റെ ഔത്തർ ഒരു കോർണറിൽ ഞാൻ അങ്ങനെ വെച്ച് വിട്ടേ അത് പണ്ടത്തെ ടൈമിലൊരു പായി കിട്ടിയതല്ലേ ആ ടൈപ്പിൽ അതിൽ ലുക്ക് മേലിൽ കീഴിൽ പെട്ടത് കാർപ്പറ്റ് ഇതുണ്ട് ടച്ച് ഉണ്ട് സോ ഈ കോർണറിൽ ഞാനിങ്ങനെ ഡെക്കോർ ആക്കിയിട്ട് തെല്ല് ഞങ്ങൾ നമാസ്ക്ക് എൻ്റെ മോനിലായിട്ടും നക്കായിട്ടും എല്ലാത്തല്ല് സെറ്റ് ആക്കിയിട്ടുള്ളേ പിന്നെ ഈ ഒരു പെർഫ്യൂം നക്ക് ചമ്മ ഇഷ്ടം എൻ്റെ ബ്രദർ കോണത് ഇതിരದೇ ಇನ್ನೊಂದು ನನ್ನ ಹಸ್ಬೆಂಡ್ ಕೊಂದಿದ್ದು ಬಟ್ ಇಂದು ನಾನು ಇದಿಟ್ಟುಂಟುಳ್ಳೆ ರೀಫ್ 13 ಉಂಟು ನಿಂಗೆ ಬೇನಾಯಿಂಗ್ നിങ്ങൾ എടുക്കുക സൂപ്പർ ബദ്രി പെർഫ്യൂം സ്മെല്ല് സൂപ്പർ ആയിട്ടുണ്ട് ആ ഒരു കോർണർ എല്ലാം ഞാൻ ഡെക്കോർ ആക്കിയാൽ പിന്നെ ഞങ്ങൾ സിറ്റി ആക്കുക വെച്ചിരുന്നാല് മെത്തര കഞ്ഞി അത് പെർഫെക്റ്റ് ആയിട്ടൂടെ റെഡി ആയിട്ട് അതൊക്കെ ഞാനിങ്ങനെ തേങ്ങയുടെ എല്ലാം അരച്ചിട്ട് ഇട്ടുകൊണ്ടുള്ളേ തെല്ല് റഫായിട്ട് അരച്ചോണ്ടേ നിങ്ങൾ വേണമെങ്കിൽ തേങ്ങയുടെ പാൽ മാത്രം ഇടാം സംടൈം ഞാൻ തേങ്ങയുടെ പാൽ മാത്രം ഇടേ ബട്ട് ഇവിടെ ഉണ്ട് ചെമ്മ ബച്ചോ ഇട്ട് ಅದಕ್ಕಾಯ್ತು ഇങ്ങനെ തെല്ല് റഫായിട്ട് അരച്ചിട്ട് ആഡ് ആക്കിയോണ്ടേ ഇന്നത്തെ ഡേ നണ്ടോ ഇങ്ങനെ പോയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ലൈക്ക് ആയെങ്കിൽ ഷെയർ ആക്കൂ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സിനൊട്ടുಗೂ ನಂದು ಚಾನಲ್ ಪಿಕ್ ನೀಟಿಗೆ ಸಪೋರ್ಟ್ ಆಕರು ಚೊಮ್ಮೆ ഞങ്ങൾ ഇതിലെ ബാക്കിൽ എഫേർട്ട് ഇടുക സോ ലാസ്റ്റിക്ക് ഞാനിങ്ങനെ മെത്തര കഞ്ഞിക്ക് ഗീ ഇട്ട് തിന്നരുത് ബെസ്റ്റായി തിക്കര് നല്ലൊരു റിലീഫ് ഇക്കര് തടിക്കും നല്ല ആയിത്തിക്കര് സോ ഇതിലെല്ലാം പ്രിപ്പയർ ആക്കിയിട്ട് ഞാൻ പിന്നെ 20 minutes ബിഫോർ ഞങ്ങൾ പോയിട്ട് ഒലുവാക്കിയിട്ട് ദുവാ ಕೂಗು ತೆಚ್ಚೋಂಡ ನಾನು ನನ್ನ ಅಮ್ಮ പിന്നെ കിടാവും എല്ലാരും ഒട്ടുക തെച്ചിട്ട് ദുവാർന്ന അല്ലാ താലാറൊട്ടുകു എല്ലാവർക്കും ആയിട്ടും പിന്നെ എല്ലാ സീക്കളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ടും ദുവാർന്ന പിന്നെ മക്കൾക്ക് ഇപ്പൊ റീസെന്റ് ഇന്ന് എക്സാംസും സ്റ്റാർട്ട് ഉണ്ട് അങ്ങായിട്ടും ദുവാർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ എൻ്റെ ചെറിയ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് എത്ര ഷെയർ ആക്കൂ ലൈക്ക് ആക്കൂ കമൻറ്റ് ആക്കൂ സബ്സ്ക്രൈബ് ആക്കാത്ത പ്ലീസ് സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കൂ താങ്ക് യു ഫോർ വാച്ചിങ്